ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 5ന്റെ വിവരണമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡ് എവിടെയാണ് നിർത്തിയത് അതിന്റെ ബാക്കിയായിട്ട് തുടർക്കഥയായിട്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ഡഞ്ചൻ ബോസിനെ കാണാതെ തന്നെ ജോഹന്റെ നിർദ്ദേശപ്രകാരം സഞ്ജുവിന് തിരിച്ചു പോകാനൊരുങ്ങി. അങ്ങനെ തിരിച്ചു പോകാനൊരുങ്ങിയ സഞ്ജുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജോഹൻ അവന്റെ ശരീരം മൊത്തം ഒന്ന് മണത്തു നോക്കുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരുന്നില്ല. അപ്പൊ ജോഹന് ആശ്ചര്യമായി. കാരണം സാധാരണ മൈനിങ് ടീമിനോടൊപ്പം ചേരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ദുർഗന്ധ വാസനയായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ സഞ്ജുവിന് അങ്ങനെയൊന്നും കാണുന്നില്ല. അങ്ങനെ ഇവൾക്ക് ആശ്ചര്യമായി സഞ്ജുവിനോട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും മൈനിങ് ടീമിലെ ലീഡർ പറയുന്നത് ജോഹനും ഭയങ്കര സെൻസിറ്റീവ് ആയ ആളാണ്. അതുകൊണ്ട് ആൾ എപ്പോഴും മൂക്കിൽ കർച്ചീഫും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആൾക്ക് ഇവിടുത്തെ സ്മെല്ലൊന്നും സഹിക്കാൻ പറ്റൂല എന്ന് പറയാം. അപ്പൊ സഞ്ജുവിനും അത്ഭുതമായി തന്റെ ശരീരത്തിൽ എന്തുകൊണ്ട് സ്മെല്ല് വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ. ഒരു പക്ഷേ താൻ സിസ്റ്റത്തിന്റെ പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം തനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തതെന്ന് സഞ്ജുവിന് വിചാരിക്കുകയുണ്ടായി. ഇതേപോലെ ഒരു സിറ്റുവേഷൻ മുമ്പ് റെഡ് ഗേറ്റ് ഇൻസിഡന്റിൽ ആ മാജിക്കൽ ബീസ്റ്റ് ബറൂക്ക പറയുന്നുണ്ട്, നിന്നെ ഞാൻ മനുഷ്യന്റെ കൂട്ടത്തിൽ സെൻസ് ചെയ്യുന്നില്ല, നീ മനുഷ്യനാണോ എന്ന് എന്നെ സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ ഭാഷ സഞ്ജുവിന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം കൂട്ടിക്കേർത്തപ്പോൾ സഞ്ജുവിന് ഞാൻ സ്വാഭാവികമായിട്ട് ഇത് സിസ്റ്റം കാരണമായിരിക്കും തനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നതെന്ന് സ്വാഭാവികമായിട്ടും സഞ്ജുവിന് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞ് അവിടുത്തെ മൈനിങ് എല്ലാം അവസാനിപ്പിച്ച് ആ മൈനിങ് ടീമിലെ ലീഡർ സഞ്ജുവിനോട് പറയുന്നുണ്ട്, സഞ്ജുവിന്റെ അധ്വാനശീലവും ഒക്കെ കണ്ടിട്ട് അവനെ ഇഷ്ടപ്പെടുകയും തന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സഞ്ജുവിന് അതെല്ലാം നിരസിക്കുന്നുണ്ട്. തനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, തനിക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സഞ്ജുവിന് ആ ഓഫർ അങ്ങ് നിരസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ നാളെ കൂടി എന്റെ കൂടെ മൈനിങ് ടീമിനോടൊപ്പം ചേരാൻ വരുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ വേണേ സാലറി ഒക്കെ കൂട്ടി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സഞ്ജുവിന് നാളെ വരാമെന്ന് ഉറപ്പ് കൊടുക്കുകയും അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ജോഹൻ ഹണ്ടർ അസോസിയേഷനിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആരാണ് സഞ്ജുവിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങൾ എനിക്ക് അയച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് സഞ്ജുവിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും രഹസ്യമാണ്, അതിപ്പോ പുറത്തു വിടാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ ജോഹൻ ഒന്നുകൂടെ ക്യൂരിയോസിറ്റി കൂടുകയും ആരാണ് ഈ സഞ്ജുവിന് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉടലെടുക്കുകയും ചെയ്തു. ഒരു ഇറാൻ ഹണ്ടറുടെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് അവർ മറച്ചു വെക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉടലെടുക്കുകയും ഉണ്ടായി. അപ്പോൾ സഞ്ജുവിന് മൈൻഡ് ചെയ്യാൻ അവരോടൊപ്പം പോവുകയും സഞ്ജുവിന്റെ ശീലം കണ്ട് ആ ലീഡർ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് 5 ഇരട്ടി ശമ്പളം തരാം എന്റെ കൂടെ വർക്ക് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. സഞ്ജുവിന് അത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവർക്കിടയിലേക്ക് ക്യാപ്റ്റൻ സോങ് കിഹും വരുന്നത്. തങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ കുറവുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ലീഡർ പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും സ്റ്റാഫ് ഇപ്പൊ ആരും ഇല്ല, തിരിച്ചു പൊക്കോളാൻ പറയുന്നത്. അപ്പോഴായിരിക്കും സഞ്ജുവിന് പറയുന്നുണ്ട്, ഞാൻ പോകാം, ഞാൻ അവരോട് ഡഞ്ചനിലേക്ക് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ലീഡർ പറയുന്നുണ്ട്, പോകരുത്, കാരണം ഡേഞ്ചർ ആണ്, നീ ഒരു ഇറാൻ ഹണ്ടർ ആണ്, ചിലപ്പോ എനിക്ക് ജീവൻ പോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. കുഴപ്പമില്ല, അതെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സഞ്ജുവിന് അവരോടൊപ്പം ഡഞ്ചനിലേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു സാധാരണ ഡഞ്ചൻ ആണെങ്കിലും എന്തോ ഒരു പന്തികേടുണ്ടെന്ന് സഞ്ജുവിന് അപ്പോഴേക്കും തോന്നി. പക്ഷെ സഞ്ജുവിന് അത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ അവര് ബി റാങ്ക്, സി റാങ്ക്, എ റാങ്ക് ഹണ്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അത് കാരണം രണ്ടാമത് ഒരു റീഎൻഫോഴ്സ്മെന്റ് ടീമിനെ അയക്കത്തില്ല എന്ന് ആ ക്യാപ്റ്റൻ പറയുന്നു. കാരണം ഡഞ്ചന്റെ അകത്ത് പെട്ടുപോയത് തന്നെയാണ്, രണ്ടാമത് ടീമിനെ അയക്കത്തില്ല, അതുകൊണ്ട് നമ്മളെ സ്വന്തം റിസ്കിൽ തന്നെയാണ് പോകുന്നതിന് മുൻകൂട്ടി തന്നെ ക്യാപ്റ്റൻ മെമ്പേഴ്സിനോടെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും ഡഞ്ചനിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ സഞ്ജുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞങ്ങൾ തന്നെ സംരക്ഷിച്ചോളാം, നീ ഒന്നും ചെയ്യാതെ നിന്നാൽ മതി. സഞ്ജുവിനെ അവിടെ പ്രധാനമായിട്ടും വിളിച്ചേക്കുന്നത് അവരുടെ ലഗേജ് എല്ലാം ക്യാരി ചെയ്യാനായിട്ടാണ്. പിന്നെ ഹണ്ടേഴ്സ് എല്ലാവരും കൂടെ ബാറ്റിൽ ഫോർമേഷനിലോട്ട് മാറുന്നുണ്ട്. സഞ്ജുവിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അവിടെ മാജിക്കൽ ബീസ്റ്റ്, തെരുവ് നായ്ക്കളെ പോലത്തെയുള്ള മാജിക്കൽ ബീസ്റ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവരെ എല്ലാവരെയും സിമ്പിൾ ആയിട്ട് തന്നെ ഹണ്ടേഴ്സ് എല്ലാം കൊന്നു തീർക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വലിയ കാളക്കൂറ്റം പോലത്തെ കുറെ ബീസ്റ്റുകൾ എല്ലാവരും കൂടെ വരുന്നത്. അവരെല്ലാവരും തന്നെ ഒരാള് ഒരു എ റാങ്ക് ഹണ്ടറിന് തുല്യമായിരുന്നു. കാരണം അവരുടെ കൂടെ ഒരു എ റാങ്ക് ഹണ്ടർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബി റാങ്ക്, സി റാങ്ക് ഹണ്ടേഴ്സ് ആണ്. പക്ഷെ അവരെ എല്ലാം ആ മാജിക്കൽ ബീസ്റ്റിനെ എല്ലാം അടിച്ചൊതുക്കാൻ തന്നെ വലിയ പാടുപെട്ടു. കാരണം അവരാരും ഒരു വിധത്തിലും കീഴടങ്ങുകയോ കൊല്ലപ്പെടുന്നയോ ലക്ഷണമില്ല. എല്ലാവരും ഒരു വിധത്തിൽ എനിക്ക് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെയായിരിക്കും അവരുടെ സ്റ്റൈല് പെട്ടെന്ന് മാറ്റി അവരൊക്കെ വീക്കൻ ആവാൻ തുടങ്ങുകയും ചെയ്തു. എല്ലാവർക്കും ഉടനെ തന്നെ അത്ഭുതം, എന്താണ് സംഭവിച്ചെന്ന് അറിയാതിരിക്കുമ്പോഴായിരിക്കും സഞ്ജുവിന്റെ മിന്നൽ ആക്രമണം നടത്തുന്നത്. ആ ഒരു അദൃശ്യമായിട്ടുള്ള ആക്രമണമായിരുന്നു. ആർക്കും കാണാനോ കേൾക്കാനോ അറിയാനോ ഒന്നും സാധിക്കാത്ത വിധം സഞ്ജുവിന് അവരെല്ലാം ദുർബലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം സഞ്ജുവിന്റെ പവർ എന്താണെന്നോ സഞ്ജുവിന് ആരാണെന്നോ ഇപ്പോഴും അവർക്ക് ആർക്കും അറിയത്തില്ല. സഞ്ജുവിന് അതൊട്ട് വെളിപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ അവരെല്ലാം കൊന്നെടുത്തിരിക്കുമ്പോഴായിരിക്കും ക്യാപ്റ്റന് സ്വാഭാവികമായിട്ട് സംശയമാണ്, എങ്ങനെയാണ് ഇവർ ഇത്രയും പെട്ടെന്ന് കൊല്ലപ്പെട്ടത്? കാരണം നമ്മളോട് ആദ്യം അറ്റാക്ക് ചെയ്ത പോലെ അല്ല ഇപ്പോൾ ഇവർ അറ്റാക്ക് ചെയ്തതും മരണപ്പെട്ടതും ഒക്കെ. അപ്പോ ആ ഹീലർക്ക്
എന്തൊക്കെയോ തരത്തിലുള്ള സംശയങ്ങൾ സഞ്ജു ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ഹീലർ അതൊന്നും പുറത്തു പറഞ്ഞില്ല. കൂടെയുള്ള മെമ്പേഴ്സ് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, നമ്മൾ ഇനി മുന്നോട്ട് പോയാൽ ഇതിലും പവർഫുൾ ആയിട്ട് മാജിക്കൽ ബീസ്റ്റ് ഒക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് ഡഞ്ചനിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയും. അങ്ങനെ ക്യാപ്റ്റൻ അവരെല്ലാരും കൂട്ടി തിരിച്ച് ഡഞ്ചനിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോൾ ഗേറ്റിന്റെ പവർ കൂടി, ഗേറ്റിന്റെ കളർ തന്നെ ആകെ മാറിയിരിക്കുന്നു. സഞ്ജുവിന് അവർക്ക് മനസ്സിലായത് ഇത് സാധാരണ ഡഞ്ചൻ അല്ല, ഇതൊരു എ റാങ്ക് ഡഞ്ചൻ ആണെന്ന്. ഇത് അത്രയും പവർഫുൾ ആയിട്ട് ഡഞ്ചൻ ആയതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതെന്ന് മനസ്സിലായത്. ഇവര് പുറകിൽ നിന്ന് വലിയ സൈന്യത്തോട് കൂടിയുള്ള കുറെ മാജിക്കൽ ബീസ്റ്റ് ഹണ്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോ ഹണ്ടേഴ്സിന്റെ ലീഡർ ക്യാപ്റ്റൻ സൺ കിഹൂൺ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ബീസ്റ്റിന്റെ ശരീരം മൊത്തം മാറി വേറൊരു രീതിയിൽ മനുഷ്യന്റെ ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഹിർക്കലൻ, ഈ ഡഞ്ചന്റെ ബോസ് ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കും, നീയാണോ ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നെ തകർക്കാൻ പറ്റിയ ശക്തനായ ഹണ്ടർ നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ലീഡർ ഒന്നും മിണ്ടാതിരിക്കും. നിങ്ങൾക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ മരിക്കണം, അല്ലെങ്കിൽ എന്നെ വന്ന് കാണണം. രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്യാപ്റ്റൻ പറയും, ഞങ്ങൾ നിന്നെ വന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ മാജിക്കൽ ബീസ്റ്റ് അവിടെ നിന്ന് പോവുകയും സഞ്ജുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഡഞ്ചൻ ബോസിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. ഈ സമയം നോക്കി നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഗേറ്റിന്റെ പുറത്തെത്തി പുറത്തു നിന്ന് റീഎൻഫോഴ്സ്മെന്റിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഡഞ്ചൻ ബോസിന്റെ അടുത്തേക്ക് പോവുകയും വലിയൊരു കൊട്ടാരത്തിൽ ഒരുപാടധികം മാജിക്കൽ ബീസ്റ്റും വലിയൊരു സിംഹാസനത്തിൽ ഡഞ്ചൻ ബോസ് ഇരിക്കുന്നതും കാണാം. അതോട് ഇവിടുന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. വലിയൊരു സസ്പെൻസോട് കൂടി തന്നെയാണ് ഈ സാധനം ഇവിടെ നിർത്തിയേക്കുന്നത്. അടുത്ത എപ്പിസോഡിലായിരിക്കും ഡഞ്ചൻ ബോസിന് എന്താണ് സംഭവിക്കുക, ഹണ്ടേഴ്സിന് എന്ത് സംഭവിക്കുക, സഞ്ജു തന്റെ പവർ വെളിപ്പെടുത്തുക എന്നെല്ലാം അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.